കോൺഗ്രസിനകത്ത് അങ്ങനെ സമ്മേളനം എന്ന് പറയുന്നത് റെഗുലറായിട്ട് നടക്കുന്ന പ്രോസസ്സല്ല. അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും KPC പ്രസിഡന്റിന് ഒരു സമ്മേളനം നടത്തണം എന്ന് തോന്നിയാൽ നടത്തുക എന്നല്ലാതെ ഇപ്പം എൻ്റെ ഒരു 20 വർഷത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിനിടയ്ക്ക് ഞാൻ ആകെപ്പാടെ ഒരു 3 സമ്മേളനങ്ങളെ കണ്ടിട്ടുള്ളൂ, നടത്തിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ സമ്മേളനം എന്ന് പറയുന്നത് CPM പോലെ ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ 3 വർഷം കൂടുമ്പോൾ നടക്കുന്നൊരു പ്രോസസ്സല്ല. ജില്ലയിൽ നിന്ന് കുറേ ആളുകൾ പങ്കെടുക്കും, അതിനകത്ത് DC ഭാരവാഹി, ബ്ലോക്ക് പ്രസിഡന്റുമാർ, അവർ കുറച്ച് പേര് പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിനകത്ത് ചർച്ച ചെയ്യും എന്നതിനേക്കാളുപരി പ്രമേയങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പ്രമേയം, സംഘടനാ പ്രമേയം, സാമ്പത്തിക പ്രമേയം, അങ്ങനെ 4 5 പ്രമേയങ്ങളുണ്ടാകും. ആ പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കി മാത്രമേ ചർച്ചയുണ്ടാകാറുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെയുള്ളൊരു വ്യത്യസ്തത കാണുന്നത് ഇപ്പോൾ ബ്രാഞ്ച് തലത്തിൽ സമ്മേളനം, ലോക്കൽ തലത്തിൽ സമ്മേളനം, ഏരിയ തലത്തിൽ സമ്മേളനം, ജില്ലയിൽ സമ്മേളനം, അവിടെ നിന്നെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന പ്രതിനിധികൾ, ആ പ്രതിനിധികളാണ് ഇന്ന് കൊല്ലത്ത് കൂടിയിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദ്യമാണ് ഈ സമ്മേളനം എന്ന് പറയുന്നത്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് വിവിധങ്ങളായ വിഷയങ്ങളാണ്. നിലവിലുള്ള സാമൂഹിക രാഷ്ട്രീയമായ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, സംഘടനാ നേതൃത്വത്തെ വേണമെങ്കിൽ അവരുടേതായ രീതിയിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ കോൺഗ്രസിനകത്തൊക്കെ നേതൃത്വത്തിനെതിരെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പിറ്റേ ദിവസം അവൻ്റെ പണിയപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ തികച്ചും ജനാധിപത്യപരമായിട്ട് സംഘടനയെ കെട്ടുറപ്പുണ്ടാക്കാൻ വേണ്ടി ഒരു സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സമ്മേളനങ്ങളാണ്. ആ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിന് ഞാൻ സൗഹാർദ്ദ പ്രതിനിധിയായിട്ട് ഉദ്ഘാടന സമ്മേളനത്തിന് വന്ന് പോയതാണ്. ഈ സമ്മേളനമായപ്പോഴേക്കും എനിക്ക് സമ്മേളനത്തിന് മുഴുവൻ സമയം പ്രതിനിധിയാകാൻ പറ്റി. അതാ CPMൻ്റെ വേറൊരു പ്രത്യേകത. അല്ലാതെ ആരെങ്കിലും ഒരാൾ കൂടി വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസം പിടിച്ച് നേരെ അഖിലേന്ത്യാ നേതാക്കാക്കുന്നതല്ല. താഴെത്തണ്ട്. ഞാൻ 2 വർഷം കാൻഡിഡേറ്റ് മെമ്പറായി നിന്ന ആളാണ്. ഞാൻ 2021 പാർട്ടിയിൽ വന്നതാണ്. കാൻഡിഡേറ്റ് മെമ്പറായി 2 വർഷം നിന്ന് മെമ്പറായി. അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുന്നത്. വീണ്ടും ഇപ്പോൾ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുത്തു. ഇപ്പോൾ സമ്മേളനത്തിൽ വന്നു. അപ്പോൾ വ്യക്തിക്ക് ഒരു പ്രാധാന്യമില്ല. ഇവിടെ സംഘടനയ്ക്കാണ് പ്രാധാന്യം. സംഘടനയാണ് ബേസ്. അതിനകത്ത് വ്യക്തികൾ എന്ന് പറയുന്നത് അവരവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളൂ. അല്ലാതെ വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയമല്ല CPMൻ്റേത് എന്നുള്ളതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയേക്കാണ്. കോൺഗ്രസിൽ എപ്പോഴും വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയമാണ്. കാരണം ഒരു നേതാവ് പണ്ട് ഗ്രൂപ്പായിരുന്നു. K കരുണാകരനും A K ആന്റണിയും 2 ഗ്രൂപ്പേ ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ കോൺഗ്രസിന് കുറച്ചുകൂടെ മാന്യതയുണ്ടായിരുന്നു. ഇന്ന് ഓരോരുത്തരും നേതാക്കന്മാരാണ്. അവരുടെ ചുറ്റും ഒരു ചെറിയ ആൾക്കൂട്ടം, അതൊരു ഗ്രൂപ്പാണ്. നിലപാടുള്ളവന് പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല ഇപ്പോൾ കോൺഗ്രസ്. നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാനാണെങ്കിലും സാറിനാണെങ്കിലും ഇതുപോലുള്ള ആളുകൾ വരുന്നത്. സമൂഹത്തിൽ ആളുകൾ കണ്ടാൽ ഛേ എന്ന് പറയുന്ന ആളുകളെ കൂടെ നിർത്തി അവനെ ഏറ്റവും വലിയ പദവിയിലേക്ക് എത്തിച്ച് ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ടുവരുന്ന രാഷ്ട്രീയമാണ് ഇന്ന് സുധാകരൻ്റെയും സതീശൻ്റെയും രാഷ്ട്രീയം. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ CPMൻ്റെ സംഘടനാ വലുപ്പത്തിനനുസരിച്ച് ഇതേ ആത്മാർത്ഥതയോടുകൂടി എവിടെ ഏത് സമ്മേളനം നടക്കുമ്പോഴും ആത്മാർത്ഥതയുടെ ലെവൽ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതൊരു കാട്ടിക്കൂട്ടലല്ല, അതൊരു കാഴ്ചവെക്കലല്ല. പകരം നിലപാടുകൾ അഭിപ്രായങ്ങളിലൂടെയൊക്കെ സമാഹരിക്കപ്പെട്ട് ജനങ്ങളെ കേട്ട് പ്രതിനിധികളിലൂടെ അത് ഉറപ്പുവരുത്തി ആ പ്രാതിനിധ്യ സ്വഭാവത്തെ ഉറപ്പിച്ചെടുക്കുന്ന പ്രമേയങ്ങൾ പാസ്സാക്കുകയും അത് അടുത്ത 3 വർഷത്തെ നയപരിപാടിയായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ BJPയെ എതിർക്കാൻ നമുക്കാണ് നിയോഗം എന്നുള്ള തിരിച്ചറിവ് കൂടി ഇവിടെ നമുക്ക് കൂടുതലായിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിൽ നമ്മളുടെ വലിപ്പം സംഘടനയ്ക്ക് കുറവാണെങ്കിലും ഉള്ളവർ മതി അവിടുത്തെ ഫാസിസത്തിന് എതിരെ പടപൊരുതാൻ എന്നുള്ളതിൻ്റെ നേർപ്രഖ്യാപനങ്ങളാണ് എല്ലാ സമ്മേളനങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നവകേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ എങ്ങനെയാണ് കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഉപരോധത്തിൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെന്നും ജനവികാരം നമുക്കെതിരെയാക്കാൻ, ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെയാക്കാൻ പിന്നാമ്പുറത്ത് നിന്ന് കളിക്കുന്നത് എന്നുള്ളതും അടക്കം ഒരു തുറന്നു പറച്ചിലും അതിനെ എതിർക്കുകയും ഒപ്പം വർഗീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന BJPക്ക് കേരളമാണ് ബദൽ, സോഷ്യലിസമാണ് ബദൽ എന്നുള്ളതും കമ്മ്യൂണിസമാണ് അതിൻ്റെ യഥാർത്ഥ പോരാട്ടം BJPക്കെതിരെ നടത്തുന്നത് എന്നും വിളിച്ചുപറയലും കൂടിയാവുകയാണ് നമ്മുടെ സമ്മേളനം.